ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ പ്രോജക്റ്റ് വെഹിക്കിൾ എന്ന് പറയുന്നത് 2012 മോഡൽ ഒരു ആക്ടിവയാണ്. ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ എഞ്ചിനകത്തു നിന്നൊരു ഗ്രൗളിംഗ് സൗണ്ട് കേൾക്കുന്നുണ്ട്. ആ സൗണ്ട് കേട്ടിട്ട് നമ്മുടെ ബെയറിംഗ് ഒക്കെ കംപ്ലൈൻ്റ് ആകുമ്പം ഉള്ളൊരു സൗണ്ട് പോലെയാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ സീറ്റൊക്കെ അഴിച്ചിട്ട് നേരെ സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ എഞ്ചിൻ ഒന്ന് അഴിച്ചിട്ട് ആദ്യം നമ്മുടെ ക്യാം ഷാഫ്റ്റിന് ബെയറിംഗ് ഉണ്ട്. അപ്പം ക്യാം ഷാഫ്റ്റിൻ്റെ സൈഡ് നമ്മളൊന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ ഇനി അവിടെ എല്ലാ പ്രശ്നം എന്നുണ്ടെങ്കിൽ നമ്മൾ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ബെയറിങ്ങിലോട്ട് പോകും, മെയിൻ ബെയറിങ്ങിലോട്ട് പോകും. അപ്പോൾ നമുക്ക് ഏതായാലും എഞ്ചിൻ അഴിച്ചിട്ട് നോക്കാം. ഇനിയിപ്പം അത് മാത്രമല്ല, ഇതിൻ്റെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു 12-13 വർഷമായിട്ടുണ്ട്. അപ്പോൾ അതിന് ചെറിയൊരു ക്ലച്ച് സ്ലിപ്പേജ് ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ക്ലച്ച് സൈഡ് നോക്കണം, അതിന് തേയ്മാനം ഉണ്ടാവും എന്തായാലും. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കംപ്ലീറ്റ് എഞ്ചിൻ, ക്ലച്ച്, ഗിയർ ബോക്സ് ആ സൈഡ് ഒരു റീബിൽഡാണ്. അപ്പോൾ ഇതിനകത്ത് ഫുൾ കവർ ചെയ്യുന്നത് എഞ്ചിൻ, ക്ലച്ച്, ഗിയർ ബോക്സ് അത്രയും നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇനിയിപ്പോൾ നമുക്ക് ഈ കവർ അങ്ങ് ഊരി മാറ്റണം. ഓക്കെ, വണ്ടി സ്റ്റാർട്ടാക്കാൻ നോക്കിയിട്ട് സ്റ്റാർട്ട് ആവുന്നില്ലായിരുന്നു. നമ്മൾ സ്പാർക്ക് പ്ലഗ് നോക്കി, പ്ലഗ് വലിയ കുഴപ്പമില്ല. കുറേ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടും ഒന്നും സ്റ്റാർട്ട് ആവുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മുടെ എയർ ഫിൽറ്റർ ഒന്ന് അഴിച്ച് കാണാമെന്ന്. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ നമുക്കൊന്ന് നോക്കാം എങ്ങനെ ഇരിക്കുന്നതെന്ന്. ഇതാണ് നമ്മുടെ എയർ ഫിൽറ്ററിൻ്റെ കവറ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്ക്രൂ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇതെടുത്തപ്പോഴാണ് ഞാനും ഞെട്ടിപ്പോയത്. ഈ എയർ ഫിൽറ്ററിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ വളരെ പരിതാപകരമാണ്. ഇത് ഒത്തിരി നാളായിട്ട് ആരും അഴിച്ച് ക്ലീൻ ചെയ്തിട്ടൊന്നുമില്ല, എയർ ഫിൽറ്റർ മാറ്റി വെച്ചിട്ടുമില്ല. ഇത് ഞാൻ എടുത്തൊന്ന് കാണിക്കാം. ഇത് കാരണമാണ് നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ആവാതിരുന്നത്. അപ്പോൾ ഇതാണ് എയർ ഫിൽറ്ററിൻ്റെ അവസ്ഥ. ഇത് മൊത്തം, ഇത് മുഴുവൻ കണ്ടോ, ഇത് മുഴുവൻ പൊട്ടിയിരിക്കുകയാണ്. ഇത് അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരുന്നാൽ നമ്മുടെ എൻജിൻ പെട്ടെന്ന് ചീത്തയാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റിയിടാം. അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടിയുടെ എൻജിൻ ഒന്ന് സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. ഈ വണ്ടിയുടെ പ്രശ്നം ഇതാണ്, ഇതിൻ്റെ ബെയറിങ് പോയതാണ്. നമുക്ക് സൗണ്ട് കേട്ടാൽ അറിയാം. ഇതിൻ്റെ ഹോണ്ടയുടെ എൻജിൻ ഒരിക്കലും ഇത്രയും സൗണ്ട് വർക്ക് ചെയ്തില്ല. ഇപ്പം നമ്മൾ നമ്മുടെ വണ്ടിയുടെ എയർ ഫിൽറ്ററിൻ്റെ കവർ അഴിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പെട്രോളിൻ്റെ ടാങ്ക് നമ്മൾ അഴിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് അഴിക്കാനുള്ള ഈ ക്ലച്ചിൻ്റെ കവറാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഈ കിക്കർ അഴിക്കണം. അതിന് ഈ ഒരു ബോൾട്ട് അഴിക്കണം. എന്നിട്ട് നമ്മൾ ലിവർ അഴിക്കുന്നു. പിന്നെ 8 mm കുറച്ച് ബോൾട്ട് ഉണ്ട് ഇവിടെ. അതെല്ലാം നമ്മൾ ഇത് അഴിച്ചു കഴിഞ്ഞാൽ ഈ ക്ലച്ചിൻ്റെ കവർ വരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു സ്ക്രൂ അഴിക്കാനുണ്ട്. അത് അഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആക്ച്വലി ഇവിടെയും ഉണ്ട് സ്ക്രൂ ഉണ്ട്. ആദ്യം ഈ 2 സ്ക്രൂ അഴിച്ച് കഴിഞ്ഞാൽ ഈ കേസ് പുറത്ത് വരും. അത് കഴിഞ്ഞ് നമുക്ക് ഡയറക്റ്റ് ഇതിനെ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളത് അഴിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ളത് കാണാം. ഓക്കെ, അപ്പോൾ അടുത്തത് നമ്മൾ ഈ കിക്കർ അഴിക്കാൻ പോവാണ്. ഈ കിക്കർ അഴിക്കുമ്പോൾ ആദ്യം ഞാൻ റാച്ചറ്റും കൊണ്ട് ഇതൊന്ന് ലൂസാക്കി, എന്നിട്ട് പിന്നെ നമുക്ക് റാച്ചറ്റ് ഊരി മാറ്റിയിട്ട് ഈ ഇതും കൊണ്ട് നമുക്ക് ജസ്റ്റ് അഴിച്ചാൽ മതി. ഇത് അഴിക്കുന്നതിനിടയ്ക്ക് വേറൊരു കാര്യം പറയാം. ഇതിപ്പോൾ നമ്മളിങ്ങനെ ഇച്ചിരി ലൂസാക്കി വെച്ച് സാധാരണ കാര്യങ്ങളൊക്കെ വലിക്കുന്ന പോലെ ഇത് വലിച്ചു കഴിഞ്ഞാൽ ഇത് ഊരി വരത്തില്ല. അതിൻ്റെ ഒരു റീസൺ, അത് സേഫ്റ്റിക്ക് വേണ്ടി അവർ ചെയ്തിരിക്കുന്നതാണ്. ഈ ബോൾട്ട് നമ്മൾ ഫുള്ളായിട്ട് റിമൂവ് ചെയ്താൽ മാത്രമേ അത് ഊരി വരത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ എത്ര ലൂസാക്കിയെന്നല്ല ഇത് ഊരി വരത്തില്ല. അതൊരു സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ഹോണ്ട ചെയ്തിരിക്കുന്നതാണ്. അഥവാ ഈ ബോൾട്ട് ലൂസാണേലും നമ്മൾ ആ കിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഊരി പോകരുത്. ഇതിൻ്റെ ഒരു ഗ്രൂവിൻ്റെ ഡിസൈൻ അങ്ങനെയാണ്. അതായത് ഈ ബോൾട്ട് ഇതിവിടെ ഇങ്ങനെ ടൈറ്റായിട്ടിരിക്കും. ഇവിടെ കയറിയിരുന്ന് കഴിഞ്ഞാൽ ഇത് എത്ര വലിച്ചാലും ഇത് കിക്കർ ഊരി വരത്തില്ല, ഈ ബോൾട്ട് ഉള്ളപ്പോൾ. അഥവാ ഈ ബോൾട്ട് ഊരി പോകണമെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ കിക്കർ ലൂസായിട്ട് വരുന്നത്. നമ്മൾ ഈ 8 mm ബോൾട്ട് അഴിക്കാൻ പോകണം. അത് അഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ റിംഗ് സ്പാൻഡറാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനാകുമ്പോൾ കൂടുതൽ ലിവറേജ് കിട്ടും. ഇത് ഒന്ന് അഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ഓപ്പണിംഗ് സ്പാൻഡറും കൊണ്ട് ബാക്കി ഇത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ലൂസായിട്ടുണ്ട്. ഇനി നമ്മൾ
8mm വെച്ചിട്ട് നമ്മുടെ ഓപ്പൺ ആൻഡ് സ്പാനർ വെച്ചിട്ട് നമ്മളിതിങ്ങനെ അഴിച്ചെടുക്കത്തേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലച്ച് കവർ. നമ്മളിതിൻ്റെ സ്ക്രൂസ് എല്ലാം അഴിച്ചു. ഇനി നമ്മൾ ഇവിടെ നിന്നുള്ളൊരു ഹോസ് നമ്മൾ റിമൂവ് ചെയ്തു. ഇനി നമ്മളിത് അഴിക്കാൻ പോവാണ്. നമ്മുടെ ക്ലച്ച് കവർ അഴിച്ചു. അപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ ക്ലച്ച്. ഇതതിൻ്റെ സ്റ്റാർട്ടറിൻ്റെ പിനിയനാണ്. ഓക്കെ, ഇതിൻ്റെ ഇവിടെ അതേ ഒരു റബ്ബർ ബുഷിങ് ഉണ്ടോ? ഈ ബുഷ് ഉണ്ടെങ്കിലേ നമ്മുടെ സ്റ്റാർട്ടറിൻ്റെ കവറാണിത്. ഇത് കറക്റ്റായിട്ട് അവിടെ ഫിറ്റായിട്ടിരിക്കത്തുള്ളൂ. ഇത് തുറക്കുമ്പോൾ ഇവിടെയാണ് സ്റ്റാർട്ടറിൻ്റെ പിനിയൻ. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഫ്രണ്ടിലോട്ട് വന്ന് ഇവിടെ എൻഗേജ് ആവും. ഇതിവിടെ വന്ന് ഇങ്ങനെ എൻഗേജ് ആയിട്ടാണ് വണ്ടി സ്റ്റാർട്ടാവുന്നത്. ഇനി നമ്മുടെ വണ്ടിയുടെ ബാറ്ററി ഡിസ്കണക്ട് ചെയ്യാൻ പോകണം. ബാറ്ററി ഡിസ്കണക്ട് ചെയ്യുമെങ്കിൽ ബാറ്ററി ഇതിൻ്റെ ബാക്കിലാണുള്ളത്. ഇവിടെ 2 സ്ക്രൂസ് ഉണ്ട്, അത് നമ്മൾ ബാക്കിൽ നിന്ന് അഴിക്കണം. പിന്നെ ഇതിൻ്റെ രണ്ടിൻ്റെ അടിയിലായിട്ട് ഓരോ സ്ക്രൂസ് ഉണ്ട്. അപ്പോൾ ആ 2 സ്ക്രൂസ്, അപ്പോൾ 4 സ്ക്രൂസ് അഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ കവർ നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും. ഞാനിത് സ്ക്രൂ ഓൾറെഡി അഴിച്ചു. ഇനി നമുക്ക് ഈ കവർ അഴിച്ച് മാറ്റി കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ ബാറ്ററി ഇരിക്കുന്നത്. ഇത് ലൂസ് ചെയ്തിട്ട് ഈ കവറിങ് എടുക്കാം. കവറല്ല, ആ ക്ലിപ്പ് നമുക്കിങ്ങനെ എടുക്കാം. എന്നിട്ട് ഇത് തുറക്കാം. ഇത് തുറന്നിട്ട് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് നമുക്ക് ഈ 2 ടെർമിനൽ അഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററിയുടെ കണക്ഷൻ പിടിപ്പിക്കാം. ആദ്യം നമ്മൾ നെഗറ്റീവാണ് ഇത് അഴിക്കാൻ പോകുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പോസിറ്റീവ് അഴിക്കുന്ന സമയത്ത് ബോഡിയിൽ എവിടെയെങ്കിലും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഷോർട്ടാവും. അത് കാരണം നമ്മൾ ആദ്യം നമ്മുടെ ബാറ്ററിയുടെ നെഗറ്റീവാണ് അഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നമ്മുടെ ക്ലച്ച് അഴിക്കാൻ പോവാണ്. ക്ലച്ച് അഴിക്കുന്നതിന് വേണ്ടി നമുക്കൊരു വേരിയേറ്റർ പുള്ളർ ടൂളുണ്ട്. നമ്മളത് വാങ്ങിച്ചിട്ടുണ്ട്, ഒരു വേരിയേറ്റർ പുള്ളർ ടൂള്. അപ്പോൾ ഇതിനകത്ത് 2 ചെറിയ പിന്നുണ്ട്. അപ്പോൾ ഈ പിന്ന് രണ്ടും ഇവിടെ 2 ഹോൾസ് ഉണ്ടോ, ഈ ഹോൾസിനകത്തോട്ട് ശരിക്കും ഹോൾഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ടൈറ്റ് ലൂസാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ ഇത്, അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഈ വേരിയേറ്റർ പുള്ളർ ടൂളിൻ്റെ ഈ നട്ടൊന്ന് ബോൾട്ടൊന്ന് ടൈറ്റ് ആക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ഫേമായിട്ട് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് ഇത് നമ്മൾ അഴിക്കുക. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ നട്ട് അഴിക്കുന്നത്. ഈ നട്ട് അഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ടൂള് റിമൂവ് ചെയ്യാം. ഈ ടൂള് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ കേസിങ് എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു നട്ട് അഴിക്കാനുണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് ഈ ഒരു നട്ട് അഴിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ പാർട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ഇതാണ് നമ്മൾ റിമൂവ് ചെയ്യാൻ പോകുന്നത്. ഇത് 22mm ഒരു നട്ടാണ്. അത് നമ്മൾ ഓൾറെഡി ലൂസാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളത് അഴിക്കാൻ പോകണം. ഓക്കെ, അത് അഴിച്ചിട്ട് ഈ അടുത്തെന്ന് പറഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ കിക്കർ എൻഗേജ് ചെയ്യുന്നത്. ഈ ഒരു പോർഷനിലാണ്. അപ്പോൾ അത് നമ്മൾ എടുക്കാൻ പോകണം. ഓക്കെ, അത് രണ്ടും എടുത്ത് നമ്മൾ മാറ്റി വെച്ചു. ഓക്കെ, ഇതാണ് നമ്മുടെ കൂളിംഗ് ഫാന്. ഈ എൻ്റയർ സിസ്റ്റത്തിനെ കൂൾ ചെയ്യുന്നത് ഇവിടെ ഈ ഡക്റ്റിൽ നിന്ന് എയർ വലിച്ചെടുത്ത് ഇതിനെ കൂൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് 2 പീസാണ്. ഓക്കെ, ഇത് നമ്മൾ മാറ്റി വെച്ചു. അപ്പോൾ അടുത്ത് നമ്മുടെ ഈ ഒരു സിസ്റ്റം ഇത് പുൾ ചെയ്യാൻ പോവാണ്. ഓക്കെ, അത് നമ്മൾ ഊരി മാറ്റി. ഓക്കെ, അടുത്തത് നമ്മൾ ഈ ഒരു പോർഷൻ റിമൂവ് ചെയ്യാൻ പോവാണ്. ഇത് പുൾ ചെയ്യുമ്പോൾ ഇതിനകത്താണ് നമ്മുടെ റോളേഴ്സ് എല്ലാം ഉള്ളത്. അപ്പോൾ നമ്മൾ ഇത് കുറച്ച് സൂക്ഷിച്ച് എടുക്കണം, ഇല്ലെങ്കിൽ ഈ റോളേഴ്സ് എല്ലാം താഴെ വീണ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്താണ് നമ്മുടെ റോളേഴ്സ് ഉള്ളത്. ഇതിൽ ഒരു 3 ബുഷുണ്ട്. ഓക്കെ, ഇതാണ് ഒരു ബുഷ്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമ്മുടെ റോളേഴ്സ് ഉള്ളത്. ഇത് നമ്മുടെ സെൻട്രിഫ്യൂഗൽ ക്ലച്ചിൻ്റെ CVT-യുടെ പാർട്ടായിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രാൻസ്മിഷനെ കൺട്രോൾ ചെയ്യുന്നത്. ഇതിനകത്ത് കുറച്ച് വേണോട്ടായിട്ട് കുറച്ച് തേയ്മാനം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് റൗണ്ട് അല്ല. ഇതിനകത്ത് നോക്കുവാണെങ്കിൽ കുറച്ച് തേയ്മാനം സംഭവിച്ചിട്ടായിട്ടുള്ളത് കാണാം. നമ്മൾ കൈ കൊണ്ട് തൊടുമ്പോൾ നമുക്കറിയാൻ പറ്റും. നമ്മൾ ഈ CVT അസംബ്ലി അഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചത്, ഇവിടെ ഒരു ചെറിയ ഓയിൽ ലീക്ക് കണ്ടു. ചെറുതല്ല, അത്യാവശ്യം ഓയിൽ ലീക്ക് ഉണ്ട് ഇവിടെ. ഇത് നമ്മുടെ ഈ ഇവിടെ ഗിയർ ഓയിലിനകത്ത് നിന്ന് വരുന്നതാണ്. ഇവിടെ ഈ ഒരു ഓയിൽ സീലുണ്ട്. ഈ ഓയിൽ സീല് ലീക്ക് ഡാമേജ് ആയിട്ട് വരുന്ന ലീക്കാണത്. അത് ഇവിടെ ഓയിലാവുകയാണെങ്കിൽ സിസ്റ്റം സ്ലിപ്പ് ഔട്ട് ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ കാര്യം ഇത് നമ്മൾ കണ്ടപ്പോൾ കാണിച്ചെന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ ട്രാൻസ്മിഷൻ എല്ലാം അഴിച്ചു വെച്ചു. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ എഞ്ചിൻ ഓയിലും ഗിയർ ഓയിലും നമ്മൾ ഡ്രെയിൻ ചെയ്യാൻ പോകണം. ആദ്യം നമ്മൾ എഞ്ചിൻ ഓയിൽ ഡ്രെയിൻ ചെയ്യും, അത് കഴിഞ്ഞിട്ട് ഗിയർ ഓയിൽ ഡ്രെയിൻ ചെയ്യും. റിഡക്ഷൻ ഗിയേഴ്സ് ഇതിനകത്താണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഡ്രെയിൻ പ്ലഗ്.
അപ്പോൾ ഇത് ഫിൽ പ്ലഗ് ആണ്. അപ്പോൾ നമ്മൾ ഇനി അടുത്തത് അതിലേക്ക് പോകണം. അതിന് പോകുന്നതിന് മുന്നേ നമ്മൾ ആദ്യം നമ്മുടെ ബ്രേക്ക് കേബിൾ ഒന്ന് അഴിച്ചിടാൻ പോകണം. കാരണം ഇത് ഇതിൻ്റെ വഴി കൂടെ കിടക്കുന്നുണ്ട്. നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബ്രേക്ക് കേബിൾ അങ്ങ് ലൂസ് ആക്കും. അപ്പോൾ ബ്രേക്ക് അഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ഈ ഒരു സാധനം, ഈ ഒരു പീസ് നമ്മൾ റിമൂവ് ചെയ്യാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഫുഡ് റെസ്റ്റ് വരുന്നതിൻ്റെ ഇവിടെ കണ്ടു ഇത് മുഴുവൻ തുരുമ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതും നമ്മൾ അഴിച്ച് മാറ്റാൻ പോകണം. ഇത് അഴിച്ച് നമ്മൾ വേറെ പെയിൻറ്റ് ചെയ്ത് വെക്കുന്നതായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി ഈ 2 പീസും കൂടെ നമ്മൾ ആദ്യം അഴിക്കാൻ പോകണം. അത് അഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക് കേബിൾ അഴിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ 2 സ്ക്രൂ ഉണ്ട്. ഈ 2 സ്ക്രൂ അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പീസ് അങ്ങ് ഫ്രീ ആയിട്ട് കിട്ടും. അത് നമ്മൾ അഴിച്ചെടുത്തു. നമുക്ക് സ്ക്രൂ നമുക്ക് തിരിച്ച് ഇതിൽ തന്നെ ഫിറ്റ് ചെയ്ത് വെക്കാം. ഒത്തിരി ടൈറ്റ് ആക്കണമെന്നില്ല. അല്ലേ, സ്ക്രൂ ഇടൽ നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ ഈ ഒരു പീസും കൂടെ അഴിക്കാൻ പോവാണ്. ഇതൊരു 12 mm ബോൾട്ടാണ്. അത് നമ്മളൊന്ന് അഴിക്കാൻ പോവാണ്. നമ്മളിതിങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് അഴിഞ്ഞു വരും. പിന്നെ നമുക്ക് എളുപ്പത്തിൽ അത് അഴിച്ചെടുക്കാം. അതേപോലെ തന്നെ ഈ ഒരു ബോൾട്ട് നമ്മൾ അഴിക്കാൻ പോവാണ്. ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ടൈറ്റായിട്ടിരിക്കുന്നതാണെങ്കിൽ നമുക്ക് എളുപ്പമായിട്ട് അത് അഴിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ റിംഗ് സ്പാനർ ആയതുകൊണ്ട് ബോൾട്ടിൻ്റെ എല്ലാ സൈഡിൽ നിന്നും പിടുത്തം വരും. അത് കാരണം നമുക്ക് അഴിച്ചെടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഈ ഒരു പീസ് ഇത് ഫുള്ള് തുറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതെല്ലാം ഒന്ന് സാൻഡ് പേപ്പർ ഇട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് പെയിൻ്റ് അടിച്ച് റെഡിയാക്കി എടുത്തിട്ട് വേണം നമുക്കിത് തിരിച്ച് ഫിറ്റ് ചെയ്യാൻ. ഇനി നമ്മൾ നമ്മുടെ ബ്രേക്ക് കേബിൾ അഴിക്കാൻ പോവാണ്. അതൊന്ന് ചെറുതായിട്ടൊന്ന് പുഷ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് ഈസി ആയിട്ട് അഴിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഓയിൽ സ്ട്രെയിനർ. ഇതിൽ കുറച്ച് അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിത് ക്ലീൻ ചെയ്തിട്ട് ഇടാൻ പറ്റുമോ എന്ന് നോക്കാം. ഇതിനകത്ത് ഓയിൽ വലിയ കുഴപ്പമില്ല. ഇത് മാറിയിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ, അധികം ആയിട്ടില്ല. നമുക്ക് മിക്കവാറും പിസ്റ്റണും കാര്യങ്ങൾക്കൊന്നും കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓയിൽ തന്നെ കുറച്ച് യൂസ് ചെയ്യാൻ പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പിസ്റ്റണൊക്കെ മാറുവാണെന്നുണ്ടെങ്കിൽ പുതിയ ഓയിൽ നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഇതാണ് നമ്മൾ റിമൂവ് ചെയ്ത നമ്മുടെ ഓയിൽ. പക്ഷേ ഈ ഓയിൽ റീയൂസ് ചെയ്യാമെന്ന് നമ്മൾ വിചാരിച്ചു, പക്ഷേ നടക്കത്തില്ല. ഇതിനകത്ത് ഒത്തിരി കണ്ടാമിനൻസ് ഉണ്ട്. ഇത് കണ്ടോ, ഈ സിലിക്കൻ്റെ പാർട്ടിക്കിൾസൊക്കെ ഒത്തിരി നേരത്തെ പണി ചെയ്താരോ അതിനകത്ത് ആഡ് ചെയ്തിരുന്നതാണ്. അത് ഇച്ചിരി ഓവറായി പോയെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ ഓയിൽ ഒത്തിരി കണ്ടാമിനേറ്റ് ആയി പോയത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിനി ഓയിൽ യൂസ് ചെയ്യുമ്പോൾ ഫ്രഷ് ഓയിൽ തന്നെ യൂസ് ചെയ്യണം. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വണ്ടിയുടെ എക്സോസ്റ്റ് ആണ്. നമ്മൾ എക്സോസ്റ്റ് അഴിക്കാൻ പോവാണ്. ഇത് സിലിണ്ടർ ഹെഡിൻ്റെ അവിടെ നിന്ന് ഉള്ള കണക്ഷനാണ് ഈ 2 ബോൾട്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ആദ്യം അഴിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ബാക്കിൽ വന്ന് കഴിയുമ്പോഴത്തേക്കും ഇവിടെ വേറെ 2 ബോൾട്ടുണ്ട്. ഈ ഒരു ബോൾട്ടാണ് അടുത്തത്. ഈ ഒരു ബോൾട്ട് ഒഴിക്കണം നമുക്ക്. ഈ ഒരു ബോൾട്ട് ഒഴിക്കണം. അത് അഴിച്ചു കഴിഞ്ഞാൽ വണ്ടിയുടെ എക്സോസ്റ്റ് നമുക്ക് കംപ്ലീറ്റ് അഴിക്കാൻ പറ്റും. ഈ 2 നട്ട് നമ്മൾ സിലിണ്ടർ ഹെഡിൻ്റെ അവിടെ നിന്ന് എക്സോസ്റ്റ് വരുന്നിടത്തുനിന്ന് അഴിച്ചെടുത്തതാണ്. ഇത് രണ്ടുമാണ് എക്സോസ്റ്റ് പൈപ്പിനെ സിലിണ്ടർ ഹെഡിൻ്റെ അവിടെ പിടിച്ച് നിർത്തുന്നത്. ഇതിങ്ങനെയാണ് ഈ 2 നട്ടിരിക്കുന്നത്. ഈ എക്സോസ്റ്റ് അത്യാവശ്യം നന്നായിട്ട് തുരുമ്പിച്ചിട്ടുണ്ട്. 10-11 വർഷമായ വണ്ടിയാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ബോൾട്ട് കൊണ്ട് അഴിക്കാം. നമ്മുടെ എക്സോസ്റ്റ് ഊരി വന്നിട്ടുണ്ട്. അകത്തുനിന്ന് എടുക്കുന്ന ഒരു ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആക്റ്റീവയുടെ എക്സോസ്റ്റ്. ഇത് മുഴുവൻ തുരുമ്പിച്ചിരിക്കുകയാണ്. നമുക്ക് നോക്കാം, ഇത് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത് റീയൂസ് ചെയ്യാം. ഇവിടെ ചെറിയൊരു മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇച്ചിരി വെട്ടത്തിൻ്റെ കുറവുണ്ട്. എന്നാലും നമ്മൾ നമ്മുടെ വർക്ക് നിർത്തുന്നില്ല. നമ്മുടെ വർക്ക് കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ആക്റ്റീവ അഴിച്ച് ഏകദേശം എൻജിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ അഴിക്കാൻ പോകുന്നത് ഈ ഒരു സ്ക്രൂ ആണ്.
ഈ ഒരു സ്ക്രൂ അഴിച്ചിട്ട് ഈ ഒരു ഹോസ് നമ്മൾ റിലീസ് ചെയ്യാൻ പോകണം. അപ്പോൾ നമുക്ക് എഞ്ചിൻ അഴിക്കുമ്പോൾ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരിക്കത്തില്ല. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അകത്തുനിന്ന് ഇതെല്ലാം അഴിച്ചു വേണം. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ ആ സ്ക്രൂ അഴിക്കുകയാണ്. പിന്നെ അടുത്തതുള്ളത് ഇത് വണ്ടിയുടെ ഇലക്ട്രിക്കൽ സിസ്റ്റമാണ്. ഇത് ബാറ്ററിയിൽ നിന്ന് വരുന്നൊരു സിസ്റ്റമാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് വന്നിട്ട് കണക്ഷൻസ് എല്ലാം നമ്മുടെ സ്റ്റാർട്ടർ മോട്ടറിലോട്ടും പലയിടത്തോട്ടുമെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നത്. ഇത് നമ്മൾ റിമൂവ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അതെല്ലാം അൺപ്ലഗ് ചെയ്താൽ മതി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടിയുടെ എഞ്ചിനിലോട്ട് പ്രവേശിക്കുക, എഞ്ചിൻ അഴിക്കാൻ പോകണം. ഇപ്പോൾ നമ്മൾ ഈ വയറിംഗ് എല്ലാം അഴിച്ചു വിട്ടിട്ടുണ്ട്, എഞ്ചിൻ സൈഡിൽ നിന്നുള്ളതെല്ലാം. അപ്പോൾ എഞ്ചിൻ നമ്മൾ അഴിക്കാൻ പോകണല്ലോ. ഇപ്പോൾ ഇതെല്ലാം കളർ കോഡ് വെച്ചിട്ട് നമുക്ക് തിരിച്ച് ഫിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. എല്ലാത്തിനും ഓരോരോ കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് ഗ്രൗണ്ടിൻ്റെ വയറാണ്. ഇതിവിടെ കൊടുത്തിരിക്കുന്നതാണ്. ഇത് നമ്മൾ അഴിച്ചു മാറ്റി. അപ്പോൾ അടുത്തായിട്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ കാർബറേറ്ററിൻ്റെ ഈ 2 നട്ട് അഴിക്കും. ഈ 2 നട്ട് അഴിച്ചിട്ട് കാർബറേറ്റർ നമ്മൾ ഇവിടെ തന്നെ വിടുകയാണ്. അത് എഞ്ചിന് കൂടെ കൊണ്ടുപോകുന്നില്ല. അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ ലൂസാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ചോക്കിൻ്റെ കേബിളാണ്. ഈ കേബിൾസ് എല്ലാം നമ്മളിവിടെ തന്നെ ഇടുന്നേ ഉള്ളൂ. ഇതൊരു വാക്യൂം ഹോസാണ്. ഇവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് നമ്മൾ ഇന്നലെ പെട്രോളിൻ്റെ ടാങ്ക് അഴിച്ചപ്പോൾ അതഴിച്ചു. ഇതിപ്പോൾ അടുത്ത വേറൊരു വാക്യൂം ഹോസാണ്. അത് നമ്മൾ ഊരാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അവിടെ തന്നെ റിമൂവ് ചെയ്യാം. അപ്പോൾ ഈ ബോൾട്ട് ഈ നട്ട് 2 നമ്മൾ അഴിക്കുകയാണ്. നമ്മൾ ലൂസാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ കാർബറേറ്റർ ഫ്രീ ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആക്റ്റീവയുടെ കാർബറേറ്റർ. ഇപ്പോൾ നമ്മൾ നമ്മുടെ കാർബറേറ്റർ ഊരി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ള ഹോസ് കാര്യങ്ങളെല്ലാം മാറ്റിയിട്ട് കാർബറേറ്റർ നമ്മളിങ്ങോട്ട് എടുത്ത് മാറ്റി വെച്ചു. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ എഞ്ചിൻ അഴിക്കാൻ പോകണം. എഞ്ചിൻ അഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കാണുന്ന നട്ട് അഴിച്ചെടുക്കണം. ഈ കാണുന്ന നട്ട് അഴിച്ചിട്ട് നമുക്ക് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഷോക്ക് അബ്സോർവറിൻ്റെ ആ ഒരു നട്ടും കൂടെ അഴിച്ചു വിടണം. ഈ ഒരെണ്ണം കൂടെ അഴിക്കണം. അതും കൂടെ അഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സെൻറ്റർ സ്റ്റാൻഡും വീലും കൂടെ എഞ്ചിനോടെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നേരെ ആ നട്ട് അഴിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം. ഇപ്പോൾ നമ്മൾ സപ്പോർട്ടിന് കുറച്ച് തടിയൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ നട്ട് അഴിച്ചു. ഈ ബോൾട്ട് നമ്മളിങ്ങനെ ഊരിയെടുക്കുകയാണ്. ബോൾട്ട് നമ്മൾ അവിടെ നിന്ന് ഊരിയെടുത്തു. ഇതാണ് സെൻറ്ററിൽ കൂടെ പോകുന്ന ബോൾട്ട്. ഇനി നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത് ഈ ഷോക്കിൻ്റെ സസ്പെൻഷൻ്റെ ഇത് ബോൾട്ട് അഴിക്കാൻ പോകണം. ഇപ്പോൾ നമ്മുടെ വണ്ടി എല്ലാ ബോൾട്ടെല്ലാം അഴിച്ച് ഫ്രീ ആയിട്ടുണ്ട്. നട്ടും ബോൾട്ടെല്ലാം അഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ റിമൂവ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇതിൻ്റെ ഫ്രെയിം ഫ്രണ്ട് പോർഷൻ ലിഫ്റ്റ് ചെയ്ത് അങ്ങ് മാറ്റാൻ പോകണം. ഇവിടുന്ന് നമ്മൾ ലിഫ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റാൻ പോകണം.